ഭൂമിയിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപക്ഷെ മഞ്ഞുമലകളോ വലിയ വെള്ളച്ചാട്ടങ്ങളോ ആയിരിക്കും. എന്നാൽ പ്രകൃതി അതിന്റെ നിറക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത ഒരിടമുണ്ട് ഇന്തോനേഷ്യയിൽ. അതാണ് ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കെലിമുട്ട് അഗ്നിപർവ്വതം. ഈ അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ 3 തടാകങ്ങളുണ്ട്. സാധാരണ തടാകങ്ങൾ പോലെയല്ല ഇവ. ഇടയ്ക്കിടെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന മാന്ത്രിക തടാകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1639 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രതിഭാസം നമ്മെ കാത്തിരിക്കുന്നത്. ഈ 3 തടാകങ്ങൾക്കും 3 പ്രത്യേക പേരുകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളും പ്രത്യേകതകളുമുണ്ട്. തിവു അത നുംബു, തിവു നുവ മുരി ഖുഫായി, തിവു അത പോളോ എന്നിങ്ങനെയാണ് ഇവയുടെ പേരുകൾ. പ്രാദേശിക ഭാഷയിൽ ഈ പേരുകൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിവു അത മുമ്പു എന്നാൽ മുതിർന്നവരുടെ ആത്മാക്കളുടെ തടാകം എന്നാണ് അർത്ഥം. സാധാരണയായി നീല നിറത്തിലാണ് ഈ തടാകം കാണപ്പെടാറുള്ളത്. രണ്ടാമത്തെ തടാകമായ തിവു നുവ മുരി ഖുഫായ് എന്നത് യുവാക്കളുടെയും കന്യകമാരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് വിശ്വാസം. ഇത് പലപ്പോഴും പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. മൂന്നാമത്തെ തടാകമായ തിവു അത പോളോ ആത്മാക്കൾക്ക് തടാകം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പലപ്പോഴും ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ തടാകങ്ങൾ ഇങ്ങനെ നിറം മാറുന്നത് എന്നത് കാലങ്ങളായി ശാസ്ത്രലോകത്തെയും സഞ്ചാരികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് വെളിച്ചത്തിന്റെ പ്രതിഫലനം മൂലമോ അല്ലെങ്കിൽ പായലുകളുടെ മൂലമോ ആയിരിക്കുമെന്ന്. എന്നാൽ അതല്ല സത്യം. അഗ്നിപർവ്വതത്തിനടിയിലുള്ള രാസപ്രവർത്തനങ്ങളാണ് ഈ നിറമാറ്റത്തിന് പിന്നിൽ. അഗ്നിപർവ്വതത്തിനുള്ള വിവിധ വാതകങ്ങളും ധാതുക്കളും തടാകത്തിലെ വെള്ളവുമായി കലരുമ്പോൾ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. വെള്ളത്തിലെ ഇരുമ്പ്, മാംഗനീസ് തുടങ്ങിയ മൂലകളുടെ അളവിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് വെള്ളത്തിന് പച്ചയോ നീലയോ ചുവപ്പോ കറുപ്പോ ഒക്കെയായി മാറാൻ കഴിയുന്നത്. ചില സമയങ്ങളിൽ ഈ തടാകങ്ങൾ വെള്ള നിറത്തിലോ കറുത്ത ചോക്ലേറ്റ് നിറത്തിലോ വരെ കാണപ്പെടാറുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഈ 3 തടാകങ്ങളും ഓരോ അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ വശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഓരോ തടാകവും ഓരോ സമയത്ത് വ്യത്യസ്ത നിറങ്ങളിലേക്കായിരിക്കും കാണപ്പെടുക. ഓരോ സമയം ഒരെണ്ണം പച്ചയായും മറ്റൊന്ന് കറുപ്പായും മൂന്നാമത്തേത് നീലയായും മാറുന്നത് കാണാൻ വലിയ ഭാഗ്യം വേണം. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ നിറം മാറ്റം എന്നത് ഇതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. പ്രാദേശിക ജനതയായ ലിയോ ഗോത്രക്കാർക്ക് ഈ തടാകങ്ങൾ വളരെ പവിത്രമാണ്. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈ തടാകങ്ങളിലേക്കാണ് എത്തുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അവർ ഈ തടാകത്ത് തീരത്ത് വന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും അർപ്പിക്കാറുണ്ട്. പ്രകൃതിയും വിശ്വാസവും ശാസ്ത്രവും ഒത്തുചേരുന്ന ഒരിടമായി കെലിമുട്ട് മാറുന്നത് ഇങ്ങനെയാണ്. ഇവിടേക്കുള്ള യാത്രയും അല്പം സാഹസികമാണ്. പുലർച്ചെ തന്നെ മലയിറങ്ങി തുടങ്ങിയാൽ തടാകത്തിന് മുകളിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് കാണാം. ആ സമയത്ത് സൂര്യപ്രകാശം വെള്ളത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങൾ വിവരിക്കാൻ സാധിക്കാത്തത് മനോഹരമാണ്. മഞ്ഞുകൂടിയ മലനിരകളും താഴെ വിസ്മയമായി കിടക്കുന്ന ഈ തടാകങ്ങളും ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നഭൂമിയാണ്. ഇന്തോനേഷ്യയിൽ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറവാണെങ്കിലും പ്രകൃതി സ്നേഹിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇതൊരു സ്വർഗമാണ്. നമ്മുടെ ഭൂമി എത്രമാത്രം വൈവിധ്യപൂർണമാണെന്ന് കെലിമുട്ട് തടാകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ഇടപെടലുകളുമില്ലാതെ പ്രകൃതി തന്നെ തീർക്കുന്ന ഈ വർണ്ണവിസ്മയം നേരിട്ട് കാണുന്നത് എന്നത് ഏതൊരു യാത്രികന്റെയും ആഗ്രഹമായിരിക്കും. ശാസ്ത്രത്തിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുമെങ്കിലും ഇവ ആ നാട്ടുകാർക്ക് ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മാന്ത്രിക തടാകങ്ങളാണ്. ഒരു അഗ്നിപർവ്വതത്തിന്റെ ഹൃദയമിടിപ്പിനൊപ്പം നിറം മാറുന്ന ഈ തടാകങ്ങൾ ലോകത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചകളിലൊന്നാണ്. ഈ അത്ഭുതം ഇനിയും വരും തലമുറകൾക്കായി മാറ്റമില്ലാതെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.